ഹായ്, സീഡം പ്ലാന്റ്സിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റോൺ ക്രോപ്പ്, ജെന്നി സ്റ്റോൺ ക്രോപ്പ്, ഗ്രീൻ സീഡം എന്ന പേരിലെല്ലാം ഈ ചെടി അറിയപ്പെടുന്നു. സാക്കുലൻ്റ് വിഭാഗത്തിൽപ്പെട്ട ചെടികളാണ് സീഡം പ്ലാന്റ്സ്. 10 സെൻറ്റിമീറ്റർ വരെ ഉയരമുള്ള ചെടികളാണ് ഈ സീഡം പ്ലാന്റ്സ്. വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന, പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ചെടികളാണിത്. വെള്ളം എളുപ്പത്തിൽ വാർന്നു പോകുന്ന മണ്ണും നല്ല സൂര്യപ്രകാശവും ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും വളർത്തിയെടുക്കാവുന്ന ചെടിയാണ് സീഡം പ്ലാന്റ്സ്. ഞാനിതൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ വളർത്തിയെടുത്ത സീഡം പ്ലാന്റ്സ് ആണിത്. പ്ലാസ്റ്റിക് ബോട്ടിൽ നിറഞ്ഞ് ചെടി ഉണ്ടായിരിക്കുന്നത് എന്ത് ഭംഗിയാണ് നോക്കിയേ. ഇവിടെ ഈ ചെടി നിൽക്കുന്നത് നല്ല വെയിലത്താണ്. ഈ നല്ല വെയിലത്ത് ഈ ചെടി വാട്ടമൊന്നുമില്ലാതെ നല്ല കൂളായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. നല്ല മനോഹരമായ ഒരു ചെടിയാണിത്. വീഡിയോ പിടിക്കാൻ അകത്തേക്ക് എടുത്തുകൊണ്ട് വന്നതാണ്. ഗ്രീൻ സീഡത്തിൻ്റെ ഇലകൾ നീഡിൽ ഷേപ്പാണ്. വളരെ സോഫ്റ്റ് ടെക്സ്ചറാണ് ഈ ഇലകൾക്കുള്ളത്. ഈ ടൈപ്പ് സീഡം പ്ലാന്റ് കാഴ്ചയിൽ കല്ല് പോലെ തോന്നും. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റോൺ ക്രോപ്പ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഞാൻ ഈ ചെടിക്ക് എന്നും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ സീഡം പ്ലാന്റ്സിൻ്റെ പോട്ടി മിക്സ് വളരെ പ്രധാനമാണ്. എളുപ്പത്തിൽ വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ളതായിരിക്കണം. അതുകൊണ്ട് ചകിരിച്ചോറും മറ്റും ഇതിൽ ചേർക്കണം. ഈ സീഡം പ്ലാന്റ്സ് 10 മണിയുടെ പോലെ തോന്നും, പക്ഷെ 10 മണിക്ക് നിറയെ പൂക്കളുണ്ട്. ഈ സീഡം പ്ലാന്റ്സിന് പൂക്കളില്ല. ഈ സീഡം പ്ലാന്റ്സ് മറ്റ് ചെടികളുടെ കൂടെ നമ്മളൊന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെടീനെയും കവർ ചെയ്ത് ഈ സീഡം പ്ലാന്റ്സ് വളരും. ഈ സീഡം പ്ലാന്റ്സ് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ തണ്ടോ ഇലയോ താഴേക്ക് വീഴുകയാണെങ്കിൽ ഇതിന് വളരെ ആഴം കുറഞ്ഞ വേരുകളാണുള്ളത്. അപ്പോൾ ഇതവിടെ വളരുകയും പടർന്നു പിടിക്കുകയും ചെയ്യും. ഇതിന് മാസത്തിലോ ആഴ്ചയിലൊക്കെ വളം ഇട്ട് കൊടുക്കണം. ഞാൻ ചാണകവെള്ളം പുളിപ്പിച്ചതാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. ഒരു വാട്ടർ ബോട്ടിലിൻ്റെ അടുപ്പിൽ വെച്ച സീഡം പ്ലാന്റാണിത്. വളരെ നന്നായിട്ട് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ചെറിയ പോട്ടിലാണേലും വലിയ പോട്ടിലാണേലും വളരെ വേഗത്തിൽ വളർത്തിയെടുക്കുന്ന കാണാൻ ഭംഗിയുള്ളൊരു ചെടിയാണ് ഈ സീഡം പ്ലാന്റ്സ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.